കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വാളറ ഭാഗം റവന്യൂ ഭൂമിയാണെന്നും റോഡ് പുറമ്പോക്കാണെന്നും വ്യക്തത വരുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ ഭാഗത്ത് ദേശീയപാതയുടെ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇനി തടസ്സമില്ല. ഈ ഭാഗം വനഭൂമിയാണെന്ന് കാണിച്ച ഒരു വർഷക്കാലമായി റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വാളറ ഭാഗം റവന്യൂ ഭൂമിയാണെന്നും റോഡ് പുറമ്പോക്കാണെന്നും വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കി. ഈ ഭാഗത്ത് ദേശീയപാതയുടെ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ല. റോഡ് പണിയാൻ തിരുവിതാംകൂർ 1932 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പിന് സ്ഥലം കൈമാറിയതായും വനം വകുപ്പിന്റെ അനുമതിയോടെ അത് അംഗീകരിച്ച് 1996 വിജ്ഞാപനം ഇറക്കിയതുമാണെന്ന് ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയുടെ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. ഇതുമൂലം വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് അടിമാലി സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വളരെ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ദേശീയപാത കൊടുത്തിട്ടുള്ള ദേശീയപാത അതോറിറ്റി നൽകിയ ഒരു കേസിലാണ് ഈ വിധി ഉണ്ടായത്. വിധിയിൽ പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് എല്ലാവിധ രേഖകളും ഉണ്ട് എന്ന് ഈ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. ആ രേഖകളൊന്നും കോടതിയിൽ ഹാജരാക്കേണ്ടതില്ല. പക്ഷേ എന്നാൽ ഈ നിർമ്മാണം തുടരുന്നതിന് ഇതുപോലൊരു ഹർജിയുടെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല. അത് ഗവൺമെന്റിലാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. ഗവൺമെന്റിന് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. നിലവിലുള്ള റോഡിന് ഇരുവശത്തുമാണ് സ്ഥലം വേണ്ടത്. അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ റോഡ് പുറമ്പോക്കെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വനേതര ഉപയോഗം അംഗീകരിച്ച 1927 1932 ഉത്തരവുള്ളതിനാൽ പ്രത്യേകിച്ച് ഡീഫോറസ്റ്റേഷൻ വിജ്ഞാപനത്തിന്റെ ആവശ്യമില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് 1980 വനസംരക്ഷണ നിയമം വരുന്നതിനു മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതിനാൽ വനേതര ആവശ്യത്തിനുള്ള ഭൂമിയായി ഇത് കണക്കാക്കാമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ഈ മേഖലയിൽ നിർമ്മാണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ സ്വദേശി MN ജയചന്ദ്രൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് ചീഫ് സെക്രട്ടറി വിഷയം പരിഗണിച്ചത്. സർക്കാർ വകുപ്പുകൾ തന്നെ ഇത് വനഭൂമിയാണെന്നും റവന്യൂ ഭൂമിയാണെന്നും വിഭിന്ന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ഇടപെടൽ. സിറ്റി വിഷൻ, അടിമാലി.